ലോകമെമ്പാടുമുള്ള ടെക് കമ്പനികൾ 2023 ഡിസംബർ 26 വരെ പിരിച്ചുവിട്ടത് 4.25 ലക്ഷം ജീവനക്കാരെയെന്നാണ് റിപ്പോർട്ട്. തൊഴിൽ വെട്ടിക്കുറവ് ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റായ layoff.fy പറയുന്നത് 1178 ടെക് കമ്പനികൾ പോയ വർഷം പിരിച്ചുവിട്ടത് 2,60,771 ജീവനക്കാരെയെന്ന്. നമസ്കാരം. പോയ വർഷങ്ങളിൽ നമ്മൾ കേട്ട വാക്കുകളാണ് കൂട്ടരാജികൾ, കൂട്ടപ്പിരിച്ചുവിടൽ. കൂട്ടരാജിയാണെങ്കിലും കൂട്ടപ്പിരിച്ചുവിടലാണെങ്കിലും അതിന്റെ ഭാഗമായാൽ നമ്മുടെ വരുമാന സ്രോതസ്സാകും നിലയ്ക്കുക. അങ്ങനെ വന്നാൽ ജീവിതം ബുദ്ധിമുട്ടാകും. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായില്ലെങ്കിൽ ജീവിതം ഒടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. മനോഹരമായ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതല്ലേ? 2024 ജോലി നഷ്ടപ്പെടുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ബി വേണ്ടേ? കൃത്യമായി പറഞ്ഞാൽ ഒരു ബാക്കപ്പ് പ്ലാൻ. അതാണ് കരിയർ കുഷ്യനിങ്. പോയ വർഷത്തെ കൂട്ടപ്പിരിച്ചുവിടലിന്റെ കണക്കുകളിലേക്ക്. വിവിധ മേഖലകളിൽ നടന്ന കൂട്ടപ്പിരിച്ചുവിടലുകളായിരുന്നു പോയ വർഷത്തെ ഹൈലൈറ്റുകളിലൊന്ന്. മെറ്റ, ഗൂഗിൾ, ആമസോൺ, നൈക്കി തുടങ്ങി വമ്പൻ കമ്പനികളടക്കം ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങിയത് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചായിരുന്നു. ഈ വർഷം ആമസോൺ പിരിച്ചുവിട്ടത് 1,4 ലക്ഷം ജീവനക്കാരെയാണ്. 9,000 ജോലികൾ ഒഴിവാക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അടുത്ത് പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസ് വിവിധ വകുപ്പുകളിൽ നിന്ന് പിരിച്ചുവിട്ടത് 1000 പേരെ. 100 കണക്കിന് തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് നൈക്കിയുടെ പ്രഖ്യാപനവും വന്നു. പിരിച്ചുവിടലിന്റെ ട്രെൻഡ് പുതുവത്സരത്തിലും തുടരുമെന്നാണ് പല സർവേകളും പറയുന്നത്. 38% ബിസിനസ് ഉടമകൾ പിരിച്ചുവിടൽ സാധ്യത പ്രവചിക്കുന്നുമുണ്ട്. സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേർ തങ്ങളുടെ കമ്പനികൾ പുതിയ നിയമനങ്ങൾ മരവിപ്പിക്കുമെന്നും പറയുന്നു. എന്താണ് കൂട്ടപ്പിരിച്ചുവിടലുകൾക്ക് കാരണം? 1. ചെലവ് ചുരുക്കൽ. കമ്പനികൾക്ക് ചെലവ് കൂടിയത് വലിയ തിരിച്ചടിയായി. ചെലവ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പം നടപ്പാക്കാനാകുന്നത് ജീവനക്കാരെ അങ്ങ് പിരിച്ചുവിടുകയും അതുവഴി ശമ്പള ഇനത്തിൽ കൊടുക്കുന്ന തുക ലാഭിക്കുകയുമാണ്. ആഗോള കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കൂട്ടിയത് വായ്പാ ചെലവ് കൂട്ടി. ഇതും കമ്പനികൾക്ക് പ്രതികൂലമായി. ഭീമൻ നിക്ഷേപങ്ങൾ വായ്പ എടുത്ത് നടത്തുമ്പോൾ ചെലവ് കൂടുമെന്നാണ് പല കമ്പനി മേധാവികളും പറയുന്നത്. 2. 2024 പിരിച്ചുവിടലിന് മറ്റൊരു കാരണം കൂടി ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രവചനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന നിർമ്മിത ബുദ്ധിയുടെ വ്യാപനം പിരിച്ചുവിടലിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. AI ഉപയോഗിക്കാനാവുന്നിടത്തെല്ലാം മനുഷ്യർ ഔട്ടാകും. 40% തൊഴിലുടമകൾ പറയുന്നത് AI ഉപയോഗിച്ച് തൊഴിലുകൾ മാനേജ് ചെയ്യുമെന്നാണ്. എന്താണ് കരിയർ കുഷ്യനിങ്? തൊഴിലുകൾ അനിശ്ചിതത്വത്തിലാകുമ്പോൾ ജീവിക്കാനായി ഒരു പ്ലാൻ ബി സജ്ജമാക്കി വെക്കുന്നതിനെയാണ് കരിയർ കുഷ്യനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നിലേറെ സ്കില്ലുകൾ അഥവാ നൈപുണ്യങ്ങൾ നേടുന്നതടക്കം കരിയർ കുഷ്യനിങ്ങിന്റെ ഭാഗമാണ്. HR ടെക് പ്ലാറ്റ്ഫോം KKയുടെ CEO വിജയ് യലമിഞ്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി പോകുമ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയും. അതായത് നല്ല ഉയരത്തിൽ നിന്ന് നമ്മൾ വീഴുമ്പം താഴെ ഒരു കുഷ്യൻ ഉണ്ടെങ്കിൽ വീഴ്ചയുടെ കടുപ്പം കുറയില്ലേ? ജോലി പോകുന്നതും നമ്മൾ വീണു പോകുന്നത് പോലെയാണല്ലോ. അതിനായി ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിലാണ് ഇതിനെ കരിയർ കുഷ്യനിങ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയൊക്കെ കരിയർ കുഷ്യനിങ് ചെയ്യാം? അപ് സ്കില്ലിങ്ങും ക്രോസ് സ്കില്ലിങ്ങും കരിയർ കുഷ്യനിങ്ങിന്റെ 2 വഴികളാണ്. നിലവിൽ നമുക്കുള്ള സ്കില്ലുകളെ അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ എങ്ങനെ മാറുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ശേഷികൾ നേടുക. ഉദാഹരണമായി AI ഉപയോഗം കൂടുമ്പോൾ എങ്ങനെ ആ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെന്നതിലേക്ക് നിങ്ങളുടെ ജോലി മാറാം. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചില്ലേ? അതേപോലെ. മറ്റൊന്ന് ക്രോസ് സ്കില്ലിംഗ് ആണ്. ഒന്നിലേറെ കാര്യങ്ങൾ ചെയ്യാൻ ജീവനക്കാർ ശേഷി നേടുക എന്നതാണ് ക്രോസ് സ്കില്ലിംഗ്. അതായത് നിങ്ങളുടെ കമ്പനിയിലെ വിവിധ വിഭാഗങ്ങളിൽ എവിടെയൊക്കെ നിങ്ങളുടെ തൊഴിൽ ശേഷി ഉപയോഗിക്കാനാകുമോ അത്രയധികം ശേഷി നേടുക. 10 പേരെ പിരിച്ചുവിടാൻ കമ്പനിയോടും ആലോചിക്കുമ്പോൾ തന്നെ പല ശേഷികളുള്ളവർ ആ പട്ടികയിൽ നിന്ന് ഒഴിവാകും. നിങ്ങളുടെ കഴിവുകൾ അപ്ഗ്രേഡ് ചെയ്യുക, സാമ്പത്തികമായി സുരക്ഷിതമായ കമ്പനികളിൽ തൊഴിൽ തേടുക, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് തുടങ്ങുക. ഇതൊക്കെ സാധ്യതയുള്ള പിരിച്ചുവിടലിനെതിരെ മുൻകരുതലുകൾ എടുക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്നു. എന്തൊക്കെ നമ്മൾ ചെയ്യണം? സ്വന്തം വളർച്ചയ്ക്ക് കുറച്ച് കാശ് മാറ്റിവെക്കുക, അഥവാ വ്യക്തിഗത വളർച്ചയിൽ നിക്ഷേപം നടത്തുക. പുതിയ അവസരങ്ങളെക്കുറിച്ച് പഠിക്കുക, ആ വൈദഗ്ധ്യം നേടുക. നിലവിലുള്ള നിങ്ങളുടെ തൊഴിൽ ഭാവിയിൽ എങ്ങനെ മാറുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തുക.
നമ്മൾ പോകുന്ന വഴിയിൽ മുള്ളുണ്ടെങ്കിൽ നമ്മളൊരു ചെരുപ്പിടില്ലേ, അതുപോലെ. സ്വന്തം ബ്രാൻഡ് നിർമ്മിക്കുക. തൊഴിൽ വിപണിയിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ബ്രാൻഡായി മാറുക. തൊഴിൽ വിപണികളിലെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളുമായി ബന്ധം പുലർത്തുക. മാറ്റങ്ങൾ ചർച്ച ചെയ്യുക. വിപണി മാറ്റങ്ങൾക്ക് വിധേയമാണ്, അതുപോലെ മാറാൻ തക്ക വിധം നിങ്ങളും സജ്ജരാകുക. നിങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് വിലയിരുത്താൻ നിങ്ങളുടെ മേധാവിയോട് ചോദിക്കാം. ഏത് തരത്തിൽ മെച്ചപ്പെടണമെന്നതിൽ നിർദ്ദേശങ്ങൾ ആരായാം. കാര്യങ്ങൾ സുതാര്യമായിരിക്കണമല്ലോ. ആരൊക്കെ കരിയർ കുഷ്യനിങ് നടത്തണം? കരിയർ കൗൺസിലർമാരുടെ അഭിപ്രായത്തിൽ എല്ലാവരും പേടിച്ചോടിപ്പോയി കരിയർ കുഷ്യനിങ് ഒന്നും നടത്തേണ്ടതില്ല. ഉറച്ച സാമ്പത്തിക നിലയും ശക്തമായ പ്രകടന ചരിത്രവുമുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല. സുസ്ഥിരമല്ലാത്ത സ്റ്റാർട്ടപ്പുകളോ ഓർഗനൈസേഷനുകളോ നിയമിച്ച് ജീവനക്കാർ മാത്രമേ കരിയർ കുഷ്യനിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാവൂ. ലാഭമുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഫണ്ടിംഗ് കാരണം മാത്രം പുരോഗമിക്കുന്നതുമായ ഒരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഉടനടി കരിയർ കുഷ്യനിങ് പരിഗണിക്കാം. പണ്ട് ഉപയോഗിച്ചിരുന്ന കാസറ്റ് പോയി CD വന്നു. ഇപ്പോൾ CD-യും അപ്രത്യക്ഷമാവുകയാണ്. ഇവയൊക്കെ ഉണ്ടാക്കിയിരുന്നവർ എങ്ങനെ തൊഴിലിൽ തുടർന്നു? മാറ്റങ്ങളോട് അവർ എങ്ങനെ ഇണങ്ങി? അതൊക്കെ സാധ്യമാണ്. ജോലി പോയാലും ഇല്ലെങ്കിലും ഒന്നിലേറെ സ്കില്ലുകളിൽ സജ്ജരാകുന്നത് നല്ലതാണ്. പിരിച്ചുവിടാനുള്ളവരുടെ പേര് തയ്യാറാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ പേരില്ലാതിരിക്കാൻ അത് സഹായിക്കും. പ്രസക്തമായ കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് പിരിച്ചുവിടലുകൾ നടക്കുമ്പോൾ ജോലിക്ക് തയ്യാറുള്ളവരും മത്സര ബുദ്ധിയുള്ളവരുമായി തുടരാൻ പ്രൊഫഷണലുകളെ ഈ കരിയർ കുഷ്യനിങ് സഹായിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ റെഡിയല്ലേ ഒരു പ്ലാൻ ബിക്ക്?